ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ അടുത്ത സ്റ്റെപ്പാണ് എന്ത് ഡിഫൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി. നമ്മൾ എന്ത് ചെയ്ത് പ്രോബ്ലമൊക്കെ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി ഇൻഡിക്കേറ്റ് വാട്ട് വി ട്രൈങ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദി സ്റ്റഡി. നമ്മൾ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ എന്താണോ നമുക്ക് കിട്ടാനായിരിക്കുന്നത് അതാണ് എന്ത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ആർ ഡിറൈവ്ഡ് ഫ്രം ദി കൺസെപ്ഷൻ മോഡൽ. നമ്മൾ കൺസെപ്ഷൻ മോഡലിൽ നിന്നാണ് നമ്മൾ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്യുക. നമ്മൾ എന്താണ് കൺസെപ്ഷൻ മോഡൽ എന്ന് നേരത്തെ പറഞ്ഞു. ദ ഒബ്ജക്റ്റീവ്സ് മേ ബി സ്റ്റേറ്റഡ് either in statement or in question. നമ്മൾ ക്വസ്റ്റ്യൻ രൂപത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ ആയിരിക്കും നമ്മളെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് എപ്പോഴാണ് നമ്മൾ സ്റ്റഡി കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിംസ്, ഗോൾസ് എന്നൊക്കെ പറയാം. നമ്മളെ ലക്ഷ്യം, നമ്മൾ ആ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അതെന്താണോ നമ്മൾ എന്താണോ സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മളെ സ്റ്റഡിയുടെ ഒബ്ജക്റ്റീവ്സ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, സെറ്റിംഗ് ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. ആഫ്റ്റർ ഡിറ്റർമൈനിങ് ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഫോർമുലേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. സബ് ക്വസ്റ്റ്യൻസ് ആർ സെറ്റപ്പ് ഫോർ ഈച്ച് മേജർ ഒബ്ജക്റ്റീവ്സ്. നമ്മൾ ഓരോ മേജർ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, തയ്യാറാക്കുക. അപ്പോൾ ഇപ്പോൾ ഒരു 3-4 ഒബ്ജക്റ്റീവ്സ് ഉണ്ടെങ്കിൽ ആ ഓരോ ഒബ്ജക്റ്റീവ്സിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്തേ, ആ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തേ, ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്ത്. ഇനി നെക്സ്റ്റ് ആണ് എന്ത്, ഫോർമുലേഷൻ ഓഫ് ഹൈപ്പോത്തസിസ് എന്ത് ചെയ്യുക, ഫോർമുലേറ്റ് ചെയ്യുക. Formulate a hypothesis is tentative assumption made in order to draw out and test its logical or empirical consequences. നമ്മൾ എന്താണ് ലോജിക്കലായിട്ട് എംപിരിക്കലായിട്ടുള്ള കോൺസിക്വൻസസ് അനന്തരഫലങ്ങൾ ഡ്രോ ഔട്ട് ചെയ്യുന്നതിനും അതേപോലെ ടെസ്റ്റ് ചെയ്യുന്നതിനുമായി നടത്തി താൽക്കാലിക ടെൻറ്റേറ്റീവ് അസംഷൻ, താൽക്കാലിക അനുമാനമാണ് എന്ത് ഫോർമുലേറ്റ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. Hypothesis should be very specific and limited to the piece of research in hand because it has to be tested. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്താണ്, സ്പെസിഫിക് ആയിരിക്കണം, അതിൻ്റെ റിസർച്ച് ഭാഗവുമായിട്ട് എന്താണ് പരിമിതപ്പെടുത്തിയതായിരിക്കണം. കാരണം നമുക്കതെന്താ, ഹൈപ്പോത്തസിസ് എന്താണ്, ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. നമ്മളെന്താണ് ഫോർമുലേറ്റ് ചെയ്ത ഹൈപ്പോത്തസിസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സ്റ്റഡിയിൽ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യില്ലേ. നമ്മളൊരു ടെൻറ്റേറ്റീവ് അസംഷൻ, നമ്മൾ ആ റിസർച്ചിനെ പറ്റിയിട്ട് നമുക്കൊരു ടെൻറ്റേറ്റീവ് അസംഷൻ അത് ശരിയാണോ തെറ്റാണോ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, നമ്മൾ ഹൈപ്പോത്തസിസ് എന്തായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. ദ ഹൈപ്പോത്തസിസ് ഷുഡ് ഷോ ദ റിലേഷൻഷിപ്പ് എമംഗ് ദി ഡിഫറെൻറ്റ് വേരിയബിൾസ് ഓഫ് സ്റ്റഡി. നമ്മളെ സ്റ്റഡിയിലെ ഡിഫറെൻറ്റ് വേരിയബിൾസുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് എന്ത് ചെയ്യണ്ടേ, ഹൈപ്പോത്തസിസ് കാണിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ഫോക്കസ് അറ്റൻഷൻ ഓൺ മോർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് റിസർച്ച് പ്രോബ്ലം. നമ്മൾ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റിലാണ് എന്ത് ഹൈപ്പോത്തസിസ് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് ദി റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗവേഷണ രൂപകൽപ്പന അല്ലെങ്കിൽ എന്താണ് പ്ലാൻ, റിസർച്ച് പ്ലാൻ എന്ത് ചെയ്യുക, തയ്യാറാക്കുക. ദ റിസർച്ച് വിൽ ഹാവ് ടു സ്റ്റേറ്റ് ദ കൺസെപ്ച്വൽ സ്ട്രക്ചർ വിത്തിൻ വിച്ച് ദ റിസർച്ച് ഷുഡ് ബി കണ്ടക്ട്. റിസർച്ചർ എന്താണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് ഒരു കൺസെപ്ച്വൽ സ്ട്രക്ചർ എന്ത് ചെയ്യണം, സ്റ്റേറ്റ് ചെയ്യണം, പ്രസ്താവിക്കണം. അതാണ് എന്താണ്, ഇറ്റ് ഈസ് ദി റിസർച്ച് ഡിസൈൻ. അതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഒരു രൂപകൽപ്പന ഉണ്ടാവും, ഒരു ഘടന, നമ്മൾ എന്താണ് ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഒരു രൂപകൽപ്പന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. അതാണ് റിസർച്ച് ഡിസൈൻ. The function of the research design is to provide for the collection of relevant evidence with minimal expenditure of effort, time and money. എന്താ ചെയ്യുക, റിസർച്ച് ഡിസൈൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെലവൻറ്റ് എവിഡൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക വിത്ത് മിനിമൽ എക്സ്പെൻഡിച്ചർ ഓഫ് എഫേർട്ട് കുറച്ചിട്ടും ടൈമും മണിയൊക്കെ കുറച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റെലവൻറ്റ് എവിഡൻസ് എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പർപ്പസ് ഓഫ് ദി റിസർച്ച്. ഇതെപ്പോൾ എന്താണ് നമ്മളെ ഒബ്ജക്റ്റീവ്സിൻ്റെ അല്ലെങ്കിൽ നമ്മളെ റിസർച്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ പർപ്പസിൻ്റെ ഡിപ്പെൻസ് ചെയ്യും.
ഓരോ പർപ്പസിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്താ ചെയ്യുക, ഡാറ്റാസ് കളക്ട് ചെയ്യുക. അതിൻ്റെ ബേസിലായിരിക്കണം നമ്മൾ എന്താ ചെയ്യുക, റിസർച്ച് ഡിസൈൻ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് ദി സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ എന്നെ ഡിറ്റർമിൻ ചെയ്യാം. A sample design is a definite plan determined before any data are actually collected for obtaining a sample from population. നമ്മൾ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഡെഫിനിറ്റ് പ്ലാനാണ് എന്ത്, സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. സാമ്പിൾ ഡിസൈൻ ഇൻഡിക്കേറ്റ്സ് ദ വേ ഓഫ് സെലക്ടിങ് സാമ്പിൾ റിക്വയർഡ് ഫോർ സ്റ്റഡി. സാമ്പിൾ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സ്റ്റഡിക്ക് ആവശ്യമായ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. എന്താണ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു തിരൂർ താലൂക്കിനെ പറ്റി പഠിക്കുകയാണ്. അപ്പോൾ ആ തിരൂർ താലൂക്കിലെ ജനങ്ങൾ ഹെൽത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസിനെ പറ്റി പഠിക്കാമെന്ന് വെക്കുക. അപ്പോൾ ആ തിരൂർ താലൂക്കിലുള്ള എല്ലാ ജനങ്ങളുമാണ് എന്തെന്ന് പറയുന്നത്, പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ പോപ്പുലേഷൻ എല്ലാ ആൾക്കാരെ പറ്റി പഠിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പോസിബിൾ അല്ല. അപ്പോൾ അത്രയാണ് തിരൂർ താലൂക്കിൽ എന്താണ് എന്താ പറയുക, എല്ലാ ആൾക്കാരുമാണ് എന്താ നമ്മളെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷന് നമ്മളിപ്പോൾ ഒരു 100 ആൾക്കാർ എന്തായത് സെലക്ട് ചെയ്ത്, അതാണ് നമ്മളെ സാമ്പിൾ. അപ്പോൾ ആ 100 എന്ന് പറയുന്നതാണ് നമ്മളെന്ത് സാമ്പിൾ. അങ്ങനെ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ എത്ര സാമ്പിൾ സെലക്ട് ചെയ്യണം, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പോപ്പുലേഷന് എത്ര സാമ്പിൾ സെലക്ട് ചെയ്യണം, എത്ര ഡാറ്റ കളക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിറ്റ് പ്ലാനാണ് എന്തെന്ന് പറയുന്നത്, സാമ്പിൾ ഡിസൈൻ എന്ന് പറയുന്നത്. തിരൂർ താലൂക്കാണ് എന്ത് നമ്മളെ പോപ്പുലേഷന്, നമ്മൾ ആ 100 ആൾക്കാരാണ് നമ്മളെ സാമ്പിൾ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, കളക്ഷൻ ഓഫ് ഡാറ്റ. ഓൾ കൈൻഡ്സ് ഓഫ് റിസർച്ച് വർക്ക് റിക്വയർഡ് ഡാറ്റ. ഡാറ്റ എന്താണ്, എല്ലാ തരം റിസർച്ചിന് നമുക്ക് എന്താണ് ഡാറ്റയുടെ ആവശ്യമുണ്ട്. ദ ഡാറ്റ ക്യാൻ ബി കളക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ഒരുപാട് ഡിഫറെൻറ്റ് വേസിലൂടെ നമുക്ക് എന്താ ചെയ്യാം, ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഡാറ്റ കളക്റ്റഡ് ത്രൂ ക്വസ്റ്റിനെയർ, ഇൻ്റർവ്യൂ, മാഗസിൻസ്, ജേർണൽസ് എക്സെട്ര. നമ്മളിപ്പോൾ എന്താണ് ഡാറ്റാസ് എന്ത് ചെയ്യും, പ്രൈമറി ഡാറ്റയുണ്ട്, സെക്കൻഡറി ഡാറ്റയുണ്ട്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഹാൻഡ് സോഴ്സാണ്. നമ്മളത് എന്താണ് ഫ്രഷ് ഹാൻഡ്, നമുക്കെന്താ ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഡാറ്റ. അതൊക്കെ നമ്മളതിൻ്റെ ക്വസ്റ്റിനറിലൂടെ, ഇൻ്റർവ്യൂയിലൂടെ, സർവേ നടത്തിയിട്ട് അങ്ങനെയൊക്കെ കിട്ടണതാണ് എന്ത് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ, സെക്കൻഡ് ഹാൻഡ് സോഴ്സ് ഡാറ്റ എന്നും പറയാം. അത് ഏതെന്നൊക്കെ മാഗസിൻസ്, ചാനൽസ്, ന്യൂസ് പേപ്പേഴ്സ്, റിപ്പോർട്ട്സ്, ഇതൊക്കെ എന്താണ് സെക്കൻഡറി സോഴ്സസ് ഓഫ് ഡാറ്റയാണ്. അടുത്ത സ്റ്റെപ്പാണ് എന്ത്, എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. നമ്മൾ ഡാറ്റാസൊക്കെ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് എന്ത് ചെയ്ത് കളക്ട് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, പ്രോജക്റ്റ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ റിസർച്ച് പ്രോസസ്സ്. നമ്മൾ റിസർച്ച് പ്രോസസ്സിൽ ആക്ച്വലി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എന്ത്, എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയും. ഇറ്റ് സിംപ്ലി മീൻസ് മൂവിങ് ഫ്രം പ്ലാനിങ് ഏരിയ ടു എക്സിക്യൂഷൻ ഏരിയ. നമ്മൾ ഇത്രയും തന്നെ പ്ലാൻ ചെയ്ത ഏരിയ നമ്മൾ എന്ത് ചെയ്യുക, പ്രോജക്റ്റിൻ്റെ എക്സിക്യൂഷൻ ഏരിയയൊക്കെ മൂവ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയാം, എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയാം. ഇഫ് ദി എക്സിക്യൂഷൻ ഓഫ് ദി പ്രോജക്റ്റ് പ്രൊസീഡ്സ് ഓൺ കറക്റ്റ് ലൈൻ ദ ഡാറ്റ കളക്റ്റഡ് വുഡ് ബി ആഡ്വക്കേറ്റ്, ഡിപ്പെൻഡബിൾ ആൻഡ് സഫിഷ്യൻറ്റ്. എന്താണ്, നമ്മൾ ആ കറക്റ്റ് ലൈനിലാണ് നമ്മൾ ആ എക്സിക്യൂഷൻ പോകണത്, ഇങ്ങനെ നമ്മൾ കളക്ട് ചെയ്ത ആഡ്വക്കേറ്റ് ആയിരിക്കും, ഡിപ്പെൻഡബിൾ ആൻഡ് സഫിഷ്യൻറ്റും ആയിരിക്കും. അപ്പോൾ എന്താണ്, എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ് എന്ന് സിംപ്ലി പറഞ്ഞാൽ എന്താണ്, നമ്മളെ പ്ലാനിങ് ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ ഏരിയയ്ക്ക് മൂവ് ചെയ്യണതിനാണ് എന്തെന്ന് എക്സിക്യൂഷൻ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്.